ചാനൽ. ഇതിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഈ വീഡിയോ ഒരു സ്റ്റഡി വ്ലോഗാണ്. PSC പഠിക്കുന്ന എനിക്ക് എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനും ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പഠിക്കാനിരുന്ന സമയത്ത് തന്നെ രാവിലെ തന്നെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തീർത്തു. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ എവിടെ നിന്ന് പഠിക്കണമെന്ന് യാതൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതുപോലെ ടൈം ടേബിൾ ഉണ്ടാക്കി പിന്നെ പഠിക്കാനിരുന്നു. ഞാൻ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിച്ചത് മാത്സും ഇംഗ്ലീഷും മലയാളവും പിന്നെ 10th പുസ്തകമായിരുന്നു. ഞാൻ ആദ്യം 10th പുസ്തകമാണ് എടുത്ത് വായിച്ചത്. എനിക്ക് മൊത്തം ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം സ്റ്റാർട്ടിങ് ആണല്ലോ, അപ്പോൾ എല്ലാം ഒന്നും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ 10th കുറച്ച് ഒരു ചാപ്റ്റർ അങ്ങ് എടുത്തു, എന്നിട്ട് പഠിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഒരു കൊതുക് ശല്യം ചെയ്യാൻ വേണ്ടി വന്നു. പിന്നെ ഈ ജോലി കിട്ടിയവരും ലിസ്റ്റ് കയറിയ ആൾക്കാരൊക്കെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. SCRT NCERT മാത്സ് മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, റീസെൻ്റ്ലി നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് അവർ എക്സാംസ് ക്രാക്ക് ചെയ്തതെന്നൊക്കെ. അപ്പോൾ ഇതെല്ലാം പഠിക്കണമെന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ എനിക്കെല്ലാം ഭയങ്കര ഒരു ആർത്തി, എല്ലാം പഠിച്ചു തീർക്കണം. പക്ഷെ ഒന്നും പറ്റാറില്ല. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകും. എനിക്ക് ഒരുപാട് സമയം വേണം, അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ട്. എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാവർക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ ഒരു പരിധിവരെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എന്നെ തന്നെ ഒന്ന് പുഷ് ചെയ്ത് പഠിക്കാനായിട്ട് ഈ ചാനൽ തുടങ്ങിയത്. കാരണം നമ്മളിന്നും വീഡിയോസ് ഇടുമ്പം നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകും, നമുക്ക് താല്പര്യം ഉണ്ടാകും. പിന്നെ നമ്മളതിന് വേണ്ടി ടൈം കണ്ടെത്തും. പിന്നെ വീട്ടിലെ പണികളും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു തോന്നലുണ്ടാകും, നമ്മളിത് പഠിച്ചില്ലല്ലോ, നമ്മളിന്ന് ഒരു സബ്ജക്റ്റ് പോലും പഠിച്ചില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലുണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എന്നെപ്പോലെ മടിയുള്ള എല്ലാ ആൾക്കാരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ വെച്ചിട്ട് അതിൻ്റെ സിലബസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സിലബസും പ്രിൻ്റ് എടുത്ത് വയ്ക്കുന്നതെന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഏതൊക്കെ ഭാഗത്തിൽ നിന്നാണ് വരുന്നത്, ഏതൊക്കെ സബ്ജക്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പുതിയതായിട്ട് PSC പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. എൻ്റെ പഠന രീതിയിൽ ഒരുപാട് നെഗറ്റീവ്സ് വന്നിട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് തുടർച്ചയില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പഠിക്കില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്തില്ലെങ്കിൽ തന്നെ പകുതി കാര്യങ്ങൾ മറന്നു. ഞാനൊരു ടോപ്പിക്ക് ഒരു ദിവസം പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആവേശത്തിൽ ഒരു ടോപ്പിക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടിരുന്ന് പഠിച്ചു. ഓക്കെ, അപ്പം ആ ഒരു ദിവസം പഠിത്തത്തിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഇതൊക്കെ പഠിച്ചല്ലോ. പിന്നെ തുറന്ന് നോക്കത്തില്ലേ. പിന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്കും നാം പഠിച്ച ഭാഗത്തിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് എഴുതാൻ പറ്റില്ല, കൺഫ്യൂഷനായി പോകും. അതാണ് ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് എൻ്റെ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതുന്ന എക്സാംസിൽ എനിക്ക് 3-4 മാർക്കിനൊക്കെ ലിസ്റ്റിൽ നിന്ന് ഔട്ടാകാറുണ്ട്. ഞാൻ 3-4 കഴിഞ്ഞ LDCക്ക് എനിക്ക് 3 മാർക്കിനും എങ്ങാണ്ടാണ് എനിക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റാണ്ടായിപ്പോയത്. അപ്പം അതുപോലെയൊക്കെ എനിക്ക് സംഭവിക്കാറുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം തിരുത്തി മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ചുകൂടെ നമ്മൾ നാഞ്ഞു പിടിച്ചാൽ കിട്ടാനോടെ പോകാനാ. കാരണം എനിക്ക് ഇംഗ്ലീഷ് അങ്ങനെ തീരെ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഭയങ്കര പാടായിരുന്നു പഠിക്കാനൊക്കെ ആദ്യമൊക്കെ. അപ്പം നമ്മളിങ്ങനെ പഠിച്ച് ക്വസ്റ്റ്യൻസൊക്കെ നോക്കി ക്ലാസ്സസൊക്കെ കണ്ട് പിന്നെ നമ്മൾ പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോഴത്തേക്കും പേടിച്ചിട്ടാണെങ്കിലും അറിയാമല്ലോ എന്ന് വിചാരിച്ച് ആൻസർ കീ വരുമ്പോഴത്തേക്കും ഭാഗ്യത്തിന് അത് ശരിയായിരിക്കും. അതുപോലെ പിന്നെ ഇംഗ്ലീഷിനോട് ഇൻട്രസ്റ്റായി. പിന്നെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത മാത്സാണ്. പിന്നെ അതും നമ്മളിങ്ങനെ ഇരുന്ന് പഠിച്ച് ഇൻട്രസ്റ്റാക്കി എടുക്കണം. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് റിവിഷൻ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നോക്കുക. എക്സാമിൻ്റെ 2-3 ദിവസം മുമ്പ് അതൊക്കെ എടുത്തൊന്ന് റിവിഷൻ ചെയ്യാം. നമ്മൾ നോട്ട്സ് എഴുതി കഴിയുമ്പോഴത്തേക്കും അതെല്ലാം ഒന്നെടുത്ത് റിവിഷൻ ചെയ്യാം. റിവിഷനാണ് മെയിനായിട്ട് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. റിവിഷൻ ഇല്ലാത്തതിൻ്റെയാണ് നമുക്ക് ലിസ്റ്റിൽ നിന്ന് നമ്മൾ പുറത്താകാൻ കാരണം എനിക്ക് 3 മാർക്ക് 2 മാർക്ക് എനിക്ക് 2 മാർക്കിനൊക്കെ എനിക്ക് പോയിട്ടുണ്ട് ലിസ്റ്റിൽ നിന്ന്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പരീക്ഷയെ നേരിടുമ്പോൾ എനിക്ക് പറ്റിയ പ്രശ്നങ്ങളും അബദ്ധങ്ങളുമാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ നെഗറ്റീവ്സോ ഉണ്ടെങ്കിൽ നിങ്ങളതെല്ലാം തിരുത്താൻ നോക്കുക. ഇനി അങ്ങോട്ട് സ്റ്റഡി വ്ലോഗുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.